സച്ചിദാനന്ദൻ മാഷിന്റെ പലായനം എന്ന കവിത ഏകാഭിനയത്തിലൂടെ അവതരിപ്പിക്കാൻ യുവജനോത്സവ താരമായ മുഹമ്മദ് ഷാമിലിനെ ക്ഷണിക്കുന്നു. കവിത പലായനം. ഒരു ദിവസം ഉറക്കമുണർന്നു നോക്കുമ്പോൾ ഓടുന്ന ആടുകൾ, ഓടുന്ന പുലികൾ, വൃക്ഷങ്ങൾ, കുന്നുകൾ, പുഴകൾ, മേഘങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, എന്തെന്നമ്പരന്ന് നിൽക്കുന്നു ഞാൻ. അതാ പിറകെ ഓടുകയാണ് ഭ്രാന്തു പിടിച്ച പോലെ കയ്യിൽ കഠാരയുമായി ഒരു മനുഷ്യൻ. സൂക്ഷിച്ചു നോക്കുമ്പോൾ അയാൾക്ക് എൻ്റെ ചായയായിരുന്നു. ഞാൻ കൈകളിൽ തപ്പി നോക്കി. കൈ നിറയെ ചോര. ഞാൻ കൈകളിൽ തപ്പി നോക്കി. കൈ നിറയെ ചോര. നമസ്കാരം ബഹുമാന്യരെ. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷിന്റെ പലായനം എന്ന കവിതയെ ആസ്പദമാക്കിയാണ് എന്റെ ഏകാഭിനയം. പല്ലല്ലേ, ഒരു ദിവസം പല്ലേച്ചില്ലെങ്കിൽ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. പല്ലേച്ചില്ലെങ്കിൽ ആകാശം ഈ മേഘങ്ങൾക്ക് ഇതെന്ത് പറ്റി? മൃഗങ്ങളും പക്ഷികളും എല്ലാരും ഓടുകയാണല്ലോ. അല്ലല്ലല്ല, ആരോ അവരെ ഓടിക്കുകയാണ്. അയാൾ തന്നെ. അയാളുടെ കയ്യിൽ ഒരു കഠാരയുണ്ട്. നിങ്ങളാണോ എന്റെ ഈ മേഘങ്ങളെയും മൃഗങ്ങളെയും എല്ലാം ഓടിക്കുന്നത്? ആണെങ്കിൽ എന്തേ നീ ഭയപ്പെടുന്നുണ്ടോ? അവരും ഭയന്നോടുകയാണ്. വേണമെങ്കിൽ നീ ഓടിക്കോളൂ. എന്തിനാണ് നിങ്ങൾ ഈ ക്രൂരത ചെയ്യുന്നത്? ചോദ്യം ചെയ്യാനാണോ? എങ്കിൽ കേട്ടോളൂ. നമുക്കൊരു പ്രിയപ്പെട്ട രാജാവ് ഉണ്ടായിരുന്നു, മഹാബലി. അറിയായിരിക്കും. മഹാബലിയെ വാമനൻ പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തുമ്പോ മഹാബലിയുടെ സമ്മതം ചോദിച്ചിരുന്നോ? ചോദിച്ചിരുന്നോ? ഇല്ല. നിശ്ചയിച്ചു, കുതന്ത്രം മെനഞ്ഞു, അത് നടപ്പിലാക്കി. അത് തന്നെയാണിത്. എന്റെ അതിരുകൾ വലുതാകണമെന്ന് എനിക്ക് തോന്നി. ഞാൻ നിശ്ചയിച്ചു. അതിൽ നിന്ന് ഞാൻ അവരെ ഓടിച്ചു വിടുന്നു. ഇനി തിരിച്ചു വരാൻ അവർക്കാവില്ല. നീതികേടാണ്, പാപമാണ് നിങ്ങൾ ചെയ്യുന്നത്. പാപമോ? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞ നമ്മുടെ ദൈവപുത്രനെ നമ്മൾ എന്ത് ചെയ്തെന്നാണ്? പുണ്യപ്രവർത്തിയല്ലല്ലോ. എന്നിട്ടും കൈ കഴുകി ആ പാപം പുണ്യപ്പെടുത്തിയവരാണ് നമ്മൾ. എനിക്ക് മാത്രമായി ഇതൊന്നും മാറ്റാൻ കഴിയില്ലല്ലോ. നിർത്ത് നിന്റെ ഈ പാപപുണ്യകഥ. എനിക്ക് ഈ പലായനം ഉൾക്കൊള്ളാൻ കഴിയില്ല. ഈ ശൂന്യതയോ? ആദ്യം ശൂന്യത, പിന്നെ ചെറിയ മർമ്മരം. അത് വർദ്ധിച്ച് വലിയൊരു ശബ്ദകോലാഹലമായി മാറും. ശബ്ദത്തിന്റെ ഘോഷയാത്ര. പുതിയ ആകാശം, പുതിയ നക്ഷത്രങ്ങൾ.
പുതിയ സ്വപ്നങ്ങൾ നിന്നിൽ ഞാൻ നിറയ്ക്കും. കാരണം എന്റെ നിധികുംഭം നിറയ്ക്കാൻ നിന്റെ സ്വപ്നങ്ങൾ ആവശ്യമാണ്. നീചൻ നീചൻ നീചനാണ് നീ. ജീവിതത്തിന് ഇന്നലകളിൽ തളം കെട്ടി നിൽക്കാൻ കഴിയില്ല സുഹൃത്തെ. ഘോഷയാത്ര കടന്നു പോകുമ്പോൾ നിനക്ക് നോക്കി നിൽക്കാനും ആവില്ല. നീയും അതിന്റെ ഭാഗമായി മാറും. ഇല്ല ഇല്ല, എനിക്കെന്റെ ഇന്നലകളെയും അവ എനിക്ക് നൽകിയ നീതിബോധത്തെയും മറക്കാൻ കഴിയില്ല. ഈ പ്രപഞ്ചത്തിന്റെ വിലാപമാണ് പൊരുളും പൊരുളില്ലായ്മയും. പൊരുളും പൊരുളില്ലായ്മയും. മനുഷ്യനെ വെട്ടിക്കൊന്നാൽ നീ കൊടിയുടെ നിറം നോക്കി വില പറയും, വിലപിക്കും. മരം വെട്ടിയാലോ നീ നിറം നോക്കാതെ വില പറയും. പൊരുളും പൊരുളില്ലായ്മയും. നീ എന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്തരുത്. സ്വാതന്ത്ര്യമോ? ഭക്ഷണമില്ലാത്തവന്റെ സ്വാതന്ത്ര്യം ഭക്ഷണം, തൊഴിലില്ലാത്തവന്റെ സ്വാതന്ത്ര്യം തൊഴിലും. എന്നാൽ ഇത് രണ്ടും നൽകാതെ കവലകൾ തോറും വ്യാകരണം നഷ്ടപ്പെട്ട തെറി പറഞ്ഞും പ്രവർത്തിച്ചും വഴിനീറ ജാരസന്തതികളെ പിറപ്പിച്ചും വില കൂടിയ വസ്ത്രം ധരിച്ച് അർദ്ധനഗ്നനായ ഫക്കീറിന്റെ ചർക്ക തിരിച്ചും ജനങ്ങളെ പറ്റിച്ചു. ഇതാണോ നിന്റെ സ്വാതന്ത്ര്യം? അതെ അതെ, പക്ഷെ നിനക്കത് ശീലമായി പോയി. മസ്തിഷ്കം പണയം വെച്ചവനോട് നീ തടവറയിലെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് മാത്രം സംസാരിക്കുക. കാരണം അവർ അവരുടെ യജമാനന്മാരുടെ ചെങ്കോൽ സൂക്ഷിക്കുകയാണ്. അവിടെ വെളിച്ചത്തിന്റെ അവസാന നാളവും കെട്ടുപോയി, അല്ല കേടിച്ചു കളഞ്ഞു. ഇനി സ്വാതന്ത്ര്യത്തിന് പുതിയൊരു നിർവചനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതെ അതെ, സ്വാതന്ത്ര്യത്തിന് പുതിയൊരു നിർവചനം ആവശ്യമാണ്. സ്വാതന്ത്ര്യം എന്നത് എന്റെയോ നിന്റെയോ ജന്മാവകാശം മാത്രമല്ല, അത് ഈ പ്രപഞ്ചത്തിൻ്റെത് കൂടിയാണ്. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനായി എന്തെന്ത് ചെയ്യരുത് എന്നുള്ള തിരിച്ചറിവായിരിക്കണം പുതിയ സ്വാതന്ത്ര്യത്തിന്റെ കാതൽ. പക്ഷേ അവിടെ നിന്റെ സ്വപ്നങ്ങൾ വിതയ്ക്കാൻ ഉണ്ടാവരുത്. അഥവാ ഉണ്ടായാൽ നീ ആട്ടിപ്പായിച്ച മേഘങ്ങളും മൃഗങ്ങളും കുന്നുകളും നീ നിലച്ചിരിക്കാത്തൊരു ദിനം നിന്റെ മേൽ പെയ്തു. നീ നിറച്ചു വെച്ചിരിക്കുന്ന നിന്റെ നിധികുംഭമുണ്ടല്ലോ, അത് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ആണ്ടാണ്ട് പോകും. കൂടെ നിരാരംഭരായ കുറെ മനുഷ്യർ. ഇത് കണ്ടു നിൽക്കുന്നവരുടെ കണ്ണീരും ശബ്ദവും വരണ്ടുപോകും. മരണം തന്നെ പുൽകിയില്ലല്ലോ എന്ന വേദനയിൽ, ആ ശൂന്യതയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആ വേദനയിൽ, അതെ പലായനം, അവസാനത്തെ പലായനം. അവിടെ നീ എവിടെ? അവന് എന്റെ മുഖമായിരുന്നു. ചോര 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 ചോര. അതെ, സ്വാതന്ത്ര്യം എന്നത് എന്റെയോ നിങ്ങളുടെയോ ജന്മാവകാശം മാത്രമല്ല, അത് ഈ പ്രപഞ്ചത്തിൻ്റെത് കൂടിയാണ്. ഈ തിരിച്ചറിവ് നമുക്ക് ഇനിയും ഉണ്ടായില്ലെങ്കിൽ നാം ചവിട്ടി നിൽക്കുന്ന മണ്ണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ. എന്റെ ഏകാഭിനയം ഇവിടെ നിൽക്കുന്നു.